ഇമാം ഷാറാനി തങ്ങളുടെ കിതാബ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. കാരണം അതൊക്കെ ഞങ്ങളുടെ തെളിവുകളാണ് ഓരോന്നും. ഇതൊക്കെ ഈ ചങ്ങായി വായിച്ച അതേ കിതാബിലുള്ളതാ. അതിനൊക്കെ ആർക്കാ തർക്കം? എന്തിനാണ് ഇവിടെ വായിക്കുന്നത്? അപ്പൊ ആ കിതാബിൽ നിന്ന് വായിച്ചതിൽ 90% ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയേ അല്ല. അപ്പൊ ഓന് പറ്റിയതാണെന്ന് കരുതിയിട്ട് യസിഹു എന്നുള്ള ഒരു ഇബാറത്ത് കണ്ടപ്പോൾ അതിൽ ചാടി പിടിച്ചു വന്നതാണ്. പറഞ്ഞതിനെ നേരെ മറിച്ചിട്ട് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ചർച്ചയും അതും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മുടെ തെളിവുകളാണ് അതിൽ മൊത്തം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രേഖകളാണ് അതിൽ പറയുന്നത്. ആ ചർച്ച വായിച്ചാൽ തന്നെ എന്റെ വാദം പൊളിയില്ലേ? മൊഹാലാണെന്നല്ലേ വാദിച്ചു വന്നത്. എന്തൊക്കെയാ ആ ചർച്ചയിലുള്ളൂ എന്ന് വായിച്ചു നോക്കി. മൊഹാവറാണ് പോയാൽ മതിയോ? വെറുതെ എന്ത് ചെയ്യാ? ഈ കുഞ്ഞാടുകളെ കൂടെ നിർത്തണല്ലോ. വളരെ പച്ചയായി ഷാറാനി ഇമാമിന്റെ കിതാബും തൊഫൊക്കെ പറഞ്ഞു ഇനി ഇതിന് വർത്താനുണ്ടാവില്ല. പിന്നെ ഇവർക്കൊക്കെ പൈസ ഉണ്ടാക്കണല്ലോ. ആ പൈസ ഉണ്ടാക്കാൻ ഓരോ വേഷം കെട്ടി വരാം. അത് നിങ്ങൾ ഏത് കാലത്ത് വരുന്നുവോ ആ കാലത്തൊക്കെയും അതിന്റെ വിശദീകരണമായിട്ട് പിന്നാലെ ഞങ്ങളുണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരങ്ങൾ, അതുപോലെ തന്നെ അല്ലാഹു അവന്റെ പ്രത്യേകക്കാരായ ആളുകൾക്ക് നൽകുന്ന അധികാര പദവികൾ, ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഏത് കാലവും വഹാബികൾ അതുപോലെ പുത്തൻവാദികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പതിപ്പാണ് ഇന്ന് AP സമസ്തയുടെ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ചിലരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കപ്പലിൽ കയറി ഇബ്ലീസുമായി സംസാരിച്ചു. അവസാനം ഇബ്ലീസ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്താണ് ഒരു പോംവഴി? നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ തൗബ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയും ചെയ്തു, അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ തൗബ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. ഇതേ സംഭവം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ ആവർത്തിച്ചു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന പിശാജ് മുസ്ലിമായി. മഹാനരായ അബുൽ അബ്ബാസ് അഹ്മദുർ റിഫാഇ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഇബ്ലീസിനോട് പറഞ്ഞ സംഭവം റിഫാഇ മാലയിൽ കാണാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരെ പറ്റിക്കാൻ വേണ്ടി, ചതിക്കാൻ വേണ്ടി വന്നപ്പോൾ, നീ ഇപ്പോൾ എന്നെ തുടരൂ എന്ന് അവരോട് പറയാണ് മഹാനരായ റിഫായി ഷെയ്ഖ് അവറുകൾ. എങ്കിൽ നിന്നെ ഞാൻ അവ്വൽ മഖാമിൽ എത്തിച്ചു തരാമെന്നും അവർ തുടർന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനരായ ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മടവൂര് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ സംബന്ധിച്ചും ഈ കഴിവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ഈ അടുത്ത് ഇറങ്ങുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പിശാചിനെ സംബന്ധിച്ച് അവൻ നരകത്തിലാണ് എന്നെന്നും ശപിക്കപ്പെട്ടവനാണ് എന്നൊക്കെ അല്ലാഹു പറഞ്ഞു. അല്ലാഹു ആണത് പറഞ്ഞത്. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ യംഹുല്ലാഹു മാ യശാഉ വ യുസ്ബിത്, അല്ലാഹു ഇഷ്ടമുള്ളത് മായ്ച്ചു കളയാനും സ്ഥിരപ്പെടുത്താനും അധികാരമുള്ളവനാണ് അവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൗബക്ക് ചാൻസ് കൊടുത്തുകൊണ്ടാണ് ഓരോ കാലത്തും അവൻ്റെ ആളുകളെ അവൻ അറിയിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അടക്കമുള്ള ഏതൊരാളും അവർക്കൊക്കെയും ഈമാൻ അഥവാ നന്നാകാനുള്ള ചാൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതൊക്കെ സാധ്യമായതാണ്, മുംകിനായതാണ്. അതേ സമയത്ത് അവർക്ക് തൗഫീഖില്ലാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രം. ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആ ചാൻസ് നൽകുമ്പോൾ അത് മുംകിനായി, സാധ്യമായി ഇവിടെ നിലനിൽക്കുകയാണ്. സാധ്യമായി എന്നതുകൊണ്ട് ഒരിക്കലും അത് സംഭവിച്ചു എന്ന് വരികയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ വഹാബികളെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അനുകരിച്ചുകൊണ്ട് മുസ്ലിം ജമാഅത്തുകാർ APക്കാർ വന്നു. അവരും നമ്മളും ഈ വിഷയത്തിൽ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന വാദം ഇബ്ലീസ് നന്നാവുക എന്നത് മുഹാലാണ്, അസംഭവ്യമാണ് എന്നാണ്. അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല എന്നാണ്. നമ്മൾ പറയുന്നു സാധ്യതയുണ്ട്, മുഹാലല്ല. എന്നാൽ അത് ഖാരിജിൽ, ഇവിടെ പുറത്ത് അത് ഉണ്ടായിട്ടുണ്ടോ? തൗഫീഖില്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഇടപെടാനുള്ള കാരണം, ഇന്നലെ പെരുന്നാൾ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് ഇബ്ലീസ് മൗലവി വീണ്ടും രംഗത്ത് വന്നിരുന്നു. അപ്പൊ ആ വിഷയം ഒന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇടപെട്ടത്. അദ്ദേഹം പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിശ്വാസികൾക്കൊക്കെയും ഈ പെരുന്നാളിൽ ഈ വിഷയത്തിന്റെ ഒരു കൃത്യത അറിയിക്കാൻ വേണ്ടി
ഏതാനും ചില കിതാബുകളിൽ നിന്ന് ഞാൻ ചില ഇബാറത്തുകൾ കൊണ്ടുവരികയാണ്. നമ്മുടെ വാദം ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇബ്ലീസ് ആകട്ടെ, അബൂജഹലാകട്ടെ, അബൂലഹബ് ആവട്ടെ, ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ തറപ്പിച്ചു പറഞ്ഞ ആളുകൾ, അവരിൽ നിന്ന് ഈമാൻ ഉണ്ടാവുക എന്നത് സാധ്യമാണോ, മുംകിനായ കാര്യമാണോ, അതോ അസംഭവ്യമാണോ? ഇതാണല്ലോ നമ്മുടെ ചർച്ച. അപ്പോ നമ്മൾ പറയുന്നു അത് മുംകിനാണ്, സാധ്യതയുണ്ട്. പിന്നെ അത് ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? അതവർക്ക് തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട്. സാധ്യമാണ്. ഇനിയൊരു സ്പെഷ്യൽ ഇടപെടൽ നടന്നാൽ ഉണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. എന്നാൽ ഇത് സാധ്യമാണ് എന്നറിയിക്കുന്ന ഏതാനും ചില ഇബാറത്തുകൾ വിശ്വാസികൾക്ക് ഒരു സമ്മാനമായി പെരുന്നാളിന് നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അല്ലാമ തഫ്താസാനിയുടെ ഷറഹുൽ അഖായിദ്. എല്ലാവർക്കും പരിചയമുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ തറപ്പിച്ചു പറയുന്നു, നോക്കൂ, ഒരു സംശയത്തിനും ഇടമില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്താ പറയുന്നത്? വ അമ്മാ മാ യംതനിഉ ബിനാഅൻ അലാ അന്നല്ലാഹ തആല അലിമ ഖിലാഫഹു ഔ അറാദ ഖിലാഫഹു കഈമാനിൽ കാഫിർ വ ത്വാഅത്തിൽ മആസി ഫലാ നിസാഅ ഫി വുഖൂഇ തക്ലീഫ് ബിഹി ലികൗനിഹി മഖ്ദൂറൻ ലിൽ മുകല്ലഫി ബിന്നദരി ഇലാ നഫ്സിഹി. എന്താണ് അതിൽ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ് ഓ മുഅ്മിനാവൂല. അങ്ങനെ സ്ഥിരപ്പെട്ട ആളുകൾ, അബൂലഹബ് പോലെ, ഇബ്ലീസ് പോലെ, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരോട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. എന്തുകൊണ്ട് തക്ലീഫ് വന്നു പറയുന്നു കേട്ടോളൂ. മഹാനരായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ, ലി കൗനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഈമാൻ കൊണ്ട് കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനായതിനു വേണ്ടി, ആ സംഭവമായതിനു വേണ്ടി, ആ പറഞ്ഞ ഇബ്ലീസ് അടക്കമുള്ളവരുടെ ഈമാൻ ആയതിനു വേണ്ടി, മഖ്ദൂറൻ ലിൽ മുകല്ലഫി ബിന്നദരി ഇലാ നഫ്സി. കണ്ടോ നിങ്ങൾ? ഇത് കൽപ്പിക്കപ്പെടുന്ന ആൾക്ക് സാധ്യമാകുന്നതായതുകൊണ്ടാണ് അതുകൊണ്ട് തക്ലീഫ് വന്നത്. അതിൽ വേറെ വരുന്ന സംഭവങ്ങളിലേക്കൊന്നും നോക്കാതെ അതിന്റെ ദാത്തിലേക്ക്, നഫ്സിലേക്ക് നോക്കുമ്പോൾ അത് സാധ്യമായ കാര്യമാണ്, അതുകൊണ്ടാണ് കൽപ്പന വന്നത്. അപ്പൊ ഇനി അതിൽ നമുക്ക് വേറെ സംശയം വേണ്ട. ഇവിടെ ചർച്ച എന്താണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അടക്കമുള്ള ആളുകളുടെ ഈമാൻ അത് മുംകിനാണോ അല്ലേ, ലോകത്തത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, സംഭവിച്ചാൽ അത് ശരിയാണോ എന്നുള്ളതുമല്ല. അതൊക്കെ പിന്നീട് വരുന്ന ചർച്ചകളാണ്. നമ്മൾ ആ ഫസ്റ്റ് ഘട്ടത്തിലുള്ളത് സാധ്യമാണോ. ശറഉൽ അഖായിദ് പറയുന്നു, ലി കൗനിഹി മഖ്ദൂറൻ ലിൽ മുകല്ലഫി, ആരോടാണോ കൽപ്പിക്കപ്പെടുന്നത് അവന് അത് സാധ്യമാണ്, കഴിയുന്നതാണ്. ശറഹുൽ അഖായിദ് ആദ്യം നോക്കി പഠിക്കുക. ഒന്നാമത്തെ വിഷയം അവിടെ തന്നെ. ഇനി അതിൽ സംശയിക്കണ്ട, അഖീദ പഠിപ്പിക്കുന്ന കിതാബല്ലേ. അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നു, ഇബ്ലീസ് അടക്കമുള്ള ആളുകളോടുള്ള ആ ഈമാൻ കൊണ്ടുള്ള കൽപ്പന വന്നത് അതവർക്ക് സാധ്യമായതുകൊണ്ടാണ്, മുംകിനാണ്, മുഹാലാണ് എന്ന വാദത്തെ ഗണ്ണിക്കുകയാണ് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു. ഒന്ന്. രണ്ടാമത്തെ കിതാബ് സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ തന്നെ ശറഹു തൽവീഹ് അല തൗദീഹ് എന്ന ഗ്രന്ഥം, അതിൽ കാണാം അബൂജഹലിനൊക്കെ ഉപമിച്ചുകൊണ്ട് പറയുന്നു, വലൈസ വഇൻദനാ ലൈസ ഹാദാ തക്ലീഫൻ ബിമാ ലാ യുതാഖ്. ഇബ്ലീസ് മദനിയും ഈ വിഷയത്തിൽ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്ന സർവ AP ടീമും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളെ ഇബാറത്ത് ഞാൻ കൊണ്ടുവരുന്നത്. പച്ചയായ ഇബാറത്താണ്. വഇൻദനാ, നമ്മുടെ അടുക്കൽ, ലൈസ ഹാദാ, അബൂജഹൽ, ഉത്ബത്ത്, അതുപോലെ ഇബ്ലീസ് പോലെയുള്ളവരുടെ ഈമാൻ അല്ല. അവരുടെ ഈമാൻ പറഞ്ഞല്ലോ, മുഅ്മിനാകണം എന്നല്ല പറഞ്ഞല്ലോ, അതല്ല. തക്ലീഫൻ ലിമാ യുതാഖ്, കഴിയാത്ത, സാധിക്കാത്ത ഒന്നുകൊണ്ടുള്ള തക്ലീഫല്ല. അപ്പൊ അവർക്കത് കഴിയുന്നതാണ്. ഫീ നഫ്സിൽ അത് മുംകിനാണ്, അത് സാധ്യമാണ്. മഹാനരായ സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളുടെ ശറഹു തൽവീഹ്. ഇപ്പൊ 2 കിതാബായിട്ടോ. ഇനി അവിടെ തന്നെ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ശറഉൽ അഖായിദ്, അതിന് വ്യാഖ്യാനം എഴുതിയ ഗ്രന്ഥാണ് നിബ്രാസ്. ആ നിബ്രാസില് വ്യക്തമായി തന്നെ പറയുകയാണ്, മാ യുംകിനു ആദത്തൻ മിനൽ അബ്ദി, സാധാരണഗതിയിൽ
അടിമയിൽ നിന്ന് സാധ്യമാകുന്നത്. മുഹാലിന്റെ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അടിമക്കത് സാധിക്കും. ലാക്കിൻ ഖദ് സബഖ ഇൽമുല്ലാഹി തആല വ ഇറാദത്തുഹു ബി അന്നഹു ലാ യസ്തുറു മിൻഹു. അത് അവനിൽ നിന്ന് അത് ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ ഇൽമിൽ നേരത്തെ മുന്തിപ്പോയിട്ടുണ്ട്. അബൂജഹലിന്റെ ഈമാൻ പോലെ, ഇബ്ലീസിന്റെ ഈമാൻ പോലെ. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, വ അജ്മഅൽ കുല്ലു അലാ അന്ന തക്ലീഫ ബിഹി വാഖിഉൻ. ഇതുകൊണ്ട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ എല്ലാവരും ഒറ്റക്കെട്ടായ അഭിപ്രായം. ബലി തഹ്ഖീഖു, അതുകൊണ്ട് തന്നെ തഹ്ഖീഖായ അഭിപ്രായം, അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു മിമ്മാ ലാ യുതാഖ്, സാധ്യമാകാത്തതിന്റെ കൂട്ടത്തിൽ, മുഹാലായതിന്റെ കൂട്ടത്തിൽ ഇതിനെ എണ്ണാതിരിക്കുകയാണ് വേണ്ടത്. ഫഹാദാ തഹരീറു മഹല്ലിൻ നിസാ. അപ്പൊ സാധ്യമാകാത്തതിന്റെ കൂട്ടത്തിൽ അതിനെ എണ്ണാൻ പാടില്ല, അത് മുംകിനാണ്, സാധ്യമാകുന്നതാണ് എന്ന് ശറഹുൽ അഖായിദിന്റെ വിശദീകരണ ഗ്രന്ഥമായ നിബ്രാസിലും കാണാം. അപ്പൊ 3 കിതാബായി, ശറഹുൽ അഖായിദ്, ശറഹു തൽബീഹ്, അതിന്റെ വ്യാഖ്യാനമായ നിബ്രാസ്. ഇനി നിങ്ങൾ നോക്കൂ, ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥം, അതിൽ കാണാം, വ അമ്മാ മാ യുംതനഉ ബിൽ ഗൈരി ബിനാഅൻ അലാ അന്നല്ലാഹ തആല അലിമ ഖിലാഫഹു ഔ അറാദ ഖിലാഫഹു കഈമാനിൽ കാഫിർ. ഇങ്ങനെ ഫലാ നിസാഅ ഫി വുഖൂഇ തക്ലീഫ് ബിഹി ലികൗനിഹി മഖ്ദൂറൽ മുകല്ലഫി ബിന്നദരി ഇലാ നഫ്സിഹി, ലികൗനിഹി മഖ്ദൂറൻ ലിൽ മുകല്ലഫ് ബിന്നദരി ഇലാ നഫ്സിഹി. അപ്പോ ഇവിടെ കൃത്യമായിട്ട് തന്നെ ആ കിതാബിൽ പറയുന്നു, ഫലൈസ തക്ലീഫു ബിഹി തക്ലീഫൻ ബിമാ ലൈസ ഫീ വുസ്ഇൽ ബശർ നദറൻ ഇലാ ദാത്തിഹി. അപ്പോ ഇബ്ലീസിന്റെ ഈമാൻ, അതുപോലെ തന്നെ അബൂജഹലിന്റെ ഈമാൻ, ഇതൊന്നും കഴിയാത്ത കാര്യങ്ങളിൽ പെട്ടതല്ല, ഇതൊക്കെ മുംകിനായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഇത്ഹാഫുസ് സാദത്തുൽ മുത്തഖീൻ എന്ന ഇഹ്യാ ഉലൂമുദ്ദീന്റെ ശറഹിൽ ഈ കാര്യം കാണാം. അപ്പൊ 4 കിതാബായി. ഇനി ഒരു കിതാബും കൂടി തരാം, എല്ലാവരും ആക്കൊന്ന് മനസ്സിലാക്കി പഠിക്കട്ടെ. ജമ്മുൽ ജവാമിക്ക് അല്ലാമ ഷർബീനിയുടെ വ്യാഖ്യാനം, അതിൽ പറയുന്നത് കാണാം, വൽ ഹഖു വഇൻ കാനൽ ഹഖു, ഹഖ് അന്നഹു ലൈസ ബിമുഹാലിൻ. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അല്ലെങ്കിൽ ഇബ്ലീസ് പോലെയുള്ള ഈമാൻ അതൊരിക്കലും മുഹാലായ കാര്യമല്ല. മുഹാലാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഹാലുൽ ലിൽ ഗൈർ എന്നാണ് അതിന്റെ ഉദ്ദേശം. അത് മജാസായി പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ അത് മുഹാലല്ല എന്ന് അല്ലാമ ഷർബീനി ജംഉൽ ജവാമിയുടെ ശറഹിൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇത് അഖീദ പഠിപ്പിക്കുന്ന സർവ്വ കിതാബുകളിലും പഠിപ്പിച്ചതാണ്. ഇബ്ലീസായി, അബൂജഹലായി, അതുപോലെയുള്ള അള്ളാഹു നേരത്തെ അവൻ മുഅ്മിനാവൂല എന്ന് തീരുമാനിച്ച ആളുകളുടെ ഈമാൻ അത് ഫീ നഫ്സിൽ മുംകിനാണ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകുമോ ഇല്ലേ അത് വേറെ കാര്യം. ഉണ്ടാവുകയില്ല എന്നത് അവർക്ക് തൗഫീക്ക് ലഭിക്കാത്തത് കൊണ്ട് പിന്നീട് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അടിസ്ഥാനപരമായി അത് സാധ്യമാണ് എന്നതിന് 5 കിതാബുകൾ നമ്മൾ ഉദ്ധരിച്ചു. അത് ഈ വിഷയത്തിൽ ധാരാളമാണ് എന്ന് രാമുഖം പറഞ്ഞ്, ഇനി അദ്ദേഹം പറഞ്ഞ പെരുന്നാൾ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് പെരുന്നാളിൽ പെരുന്നുണ പറഞ്ഞത് ഞാനത് പിടിക്കാൻ പോവാണ്. ഇവിടെ ഇതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. അദ്ദേഹം ഇന്നലെ ജമ്മുൽ ജവാമിയ്, തുഹ്ഫ, അത് ഈ കാര്യങ്ങളൊക്കെ വിട്ട് അതിനെക്കുറിച്ച് വർത്താനൊന്നുമില്ല. സാധാരണ വഹാബി ചെയ്യുന്നത് പോലെ നമ്മൾ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കുമ്പോൾ ഖുർത്തുബിയിലുണ്ട് എന്ന് പറയും, അത് നമ്മൾ വിശദീകരിച്ച റാസിയിലുണ്ട് എന്ന് പറയും, റാസി പറഞ്ഞാൽ പിന്നെ ഷർഹ് മുസ്ലിമിലുണ്ട് എന്ന് പറയും, അവിടുന്ന് പോയാൽ ഫത്തുൽ ബാരിയിലുണ്ട്. ഇതിങ്ങനെ കൊരങ്ങനെ പോലെ ചാടി 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 ഇങ്ങനെ പോകും, ഒരു പിടുത്തും ഉണ്ടാവില്ല. ഇതേ അവസ്ഥയാണ് AP വിഭാഗത്തിനും. തുഹ്ഫ പറഞ്ഞു, ഞാനത് വിശദീകരിച്ചു. റാസി പറഞ്ഞു, വിശദീകരിച്ചു. ജമ്മുൽ ജവാമി, ശറഹുൽ അഖായിദ് അടക്കം വിശദീകരിച്ചു. അങ്ങനെ ഓരോ കിതാബുകളിൽ നമ്മൾ വിശദീകരണം കൊണ്ടുവരുമ്പോൾ പിന്നെ പോയി അതിനു മുമ്പ് മഹാനരായ ഇമാം ഷഅറാനി തങ്ങളുടെ കിതാബ് എടുത്തു കൊണ്ടുവന്നു, അല്ലേ വാഖീത്ത്. അപ്പൊ നമ്മൾ അതിനെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. ഷഅറാനി ഇമാം ഇത് മുഹാല എന്ന് പറയുന്ന ആളല്ല. നിങ്ങളുടെ വാദമാണ് ഇവിടെ പഠിച്ചു കിടക്കുന്നത്. ഇബ്ലീസ് മുസ്ലിം ആവുക എന്നത് മുഹാലാണ്, അസംഭവ്യമാണ് എന്നാ നിങ്ങൾ പറഞ്ഞു പെട്ടിട്ടുള്ളത്. നമ്മൾ പറയുന്നത് മുംകിനാണ്, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അവനിൽ നിന്ന് അത് ശരിയായി വന്നിട്ടില്ല, അത് സ്വഹിയായി വന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ വാദമാണ്. നിങ്ങൾക്ക് ഇതിന്റെ അടിത്തറ തന്നെ പിടുത്തം കിട്ടാതെ വയലുകയാണ്. മഹാനരായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു മുഹാലാണ് എന്നാ പറഞ്ഞ് അല്ലല്ലോ. നമ്മൾ അന്ന് തന്നെ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ അൽ ജവാഹിറു വദ്ദുറർ എടുത്തു, അതിൽ നിന്ന് വായിച്ചു തന്നു നിങ്ങൾക്ക്.
വളരെ കൃത്യമായി ഇതിന്റെ 111-ാമത്തെ പേജിൽ നിന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിഷയത്തിലുള്ള നയം ആർക്കും മനസ്സിലാവൂലേ? വലം യസലിൽ ഖിലാഫ് ബൈനൽ ഉലമാ ഫീ ഇബ്ലീസ് അൽ യസ്ലു അൻ യുസ്ലിമ അം ലാ. അതിൽ നിന്ന് തന്നെ അത് മുഹാലല്ല എന്ന് വ്യക്തമായില്ലേ? മഹാനവറുകൾ പറയുന്നത് ഉലമാഇന്റെ ഇടയിൽ ഖിലാഫ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഫീ ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷയത്തിൽ എന്താ ഖിലാഫ്? ഹൽ യസ്ലഹു അൻ യുസ്ലിമ അം ലാ, അവൻ മുസ്ലിം ആവാൻ പറ്റുകയില്ല എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടായിക്കൊണ്ടേയിരുന്നു. മുഹാലായ ഒരു സംഭവമാണെങ്കിൽ പിന്നെ ഷഹറാനി ഇമാം അത് പറയൂ? ഖിലാഫ് ഉണ്ട് എന്ന് അതിനെ ഉദ്ധരിക്കോ? മാത്രല്ല എന്തുകൊണ്ട് ഖിലാഫ് വന്നു എന്നും പറഞ്ഞു. മബ്നൽ ഖിലാഫ് അലാ ലബ്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫആനില്ലാഹു അലൈഹി ഫഅസ്ലം. അട ഫഅസ്ലമു എന്നുണ്ട്, ഫഅസ്ലമ എന്നുണ്ട്. ഇതനുസരിച്ചാണ് ഖിലാഫിന്റെ മാനദണ്ഡമെന്നും അസ്ലമ എന്ന് വായിക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ സാധ്യമാണ് എന്ന് പറയുന്നവർക്ക് തെളിവുണ്ടാവുക എന്നൊക്കെ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അൽ ജവാഹിർ വദ്ദുററിൽ കൃത്യമായി പറഞ്ഞു. മാത്രല്ല ശറഹുൽ അഖായിദും അഖീദയുടെ കിതാബൊക്കെ ഇത് മുംകിന എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഇമാമ് വന്നിട്ട് അത് മുഹാല എന്ന് പറയൂല. മുഹാലാന്ന് ഏതെങ്കിലും കിതാബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുഹാലിൽ ഗൈറാണ്, അതിന് മുഹാലി എന്ന് പറഞ്ഞ മജാസാണ് എന്ന് വരെ അഖീദയുടെ കിതാബുകളിൽ പറഞ്ഞുപോയി. അതുകൊണ്ട് റാസി വന്ന് വായിച്ചിട്ട് കാര്യമില്ല. റാസി തന്നെ മാ അന്നഹു അമറ ബിഹി എന്ന് പറഞ്ഞതോടുകൂടി ആ തക്ലീഫ് വാഖിയായി എന്ന് അറിയിച്ചു. അപ്പൊ തന്നെ മനസ്സിലായി അത് യഥാർത്ഥത്തിൽ അത് മുഹാലല്ല, മുഹാലാണെന്നുള്ള വാദത്തെ തള്ളുകയാണ് ചെയ്യുന്നത്. പിന്നെയോ അത് ജായിസാണ്, മായുത്താഖു ബിഹിയാണ്, അത് സാധ്യമാകുന്നതാണ്. ഇതെല്ലാ കിതാബിലും ഒറ്റ അടിക്ക് പറഞ്ഞതാണ്. തൗഫീഖുണ്ടോ ഇല്ലേ അത് വേറെ കാര്യം, സ്വഹീഹാവുമോ ഇല്ല അതൊക്കെ വേറെ കാര്യം, മുംകിനാണ്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാദം ഇനിയും ഈ ചങ്ങാതി പഠിച്ചിട്ടില്ല. ഇപ്പോഴും ഉള്ളത് ആ ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. വിഷയത്തിന്റെ ഗൗരവം, അതിന്റെ ആധികാരികത പോയിട്ട് നമ്മൾ എവിടെ തർക്കിക്കുന്നു എന്നത് പോലും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ വരവിന് അൽ മൻഹജുൽ മുത്തഹർ ലിൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ദന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്ന ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങളുടെ കിതാബ് എടുത്ത് വന്നിരിക്കുന്നത്. ആ കിതാബിന്റെ ആമുഖം വായിച്ചിട്ടില്ല, അതിലുള്ള ചർച്ച എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, അതിലെന്താ പറയുന്നത് എന്നും മനസ്സിലാക്കിയിട്ടില്ല. ആകെ അതിൽ നിന്ന് വായിച്ചത് ഹൽ യസിഹു അൻ യുസ്ലിമ ഇബ്ലീസ് എന്നൊരു വായിച്ചിട്ട് ഇബ്ലീസ് മുസ്ലിമാകൽ സാധ്യമാണോ അല്ലേ എന്നൊക്കെ തെറ്റായി അർത്ഥം വെച്ച് അതിനെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി നോക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇമാം ഷഹറാനി തങ്ങൾ തന്നെ ഖിലാഫ് ഉണ്ടെന്നും അസ്ലമ എന്ന് വായിക്കുന്നവർക്ക് ഇബ്ലീസ് മുസ്ലിമാകാൻ സാധ്യതയുണ്ട് എന്നതാണ് അവരുടെ വാദമെന്നും വളരെ കൃത്യമായി പറഞ്ഞ ആളാണ് ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ. മാത്രമല്ല അഖീദയുടെ കിതാബിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം അംഗീകരിക്കുന്ന ആളാണ് ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ. അപ്പോൾ ഒരിക്കലും അതിനെതിരാവും അവർ പറയൂല. അപ്പൊ പിന്നെ പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കാത്ത കുഴപ്പമുണ്ടാവുള്ളൂ. നിങ്ങളെ പോലെ തന്നെ ആണ് ഷഹറാനി ഇമാം എന്ന് മനസ്സിലാക്കിയതാ കുഴപ്പം. വൈരുദ്ധ്യം പറയുന്ന ആളല്ലല്ലോ മൂപ്പരുടെ തീരുമാനമൊക്കെ പറഞ്ഞുപോയി. അപ്പൊ ഇനി എന്താണ് ഈ കിതാബിലുള്ളത് എന്നുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. അദ്ദേഹം വായിക്കട്ടെ. മുത്തഹർ എന്ന് പറയുന്ന കിതാബാണ്. അതിനകത്ത് ഇമാം ഷഹറാനി റഹിമഹുല്ല ഈ ഇബ്ലീസുമായി ബന്ധപ്പെട്ട വിഷയം കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അധ്യായം ഇങ്ങനെയാണ്: ഹൽ യസിഹു ഐ യുസ്ലിമ ഇബ്ലീസ്, ഇബ്ലീസ് മുസ്ലിമാകൽ സ്വഹീഹാകുമോ, നന്നാകുമോ? അതിനെക്കുറിച്ച് ചർച്ചയാണ്. വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫീ ഇബ്ലീസ ഹൽ യസിഹു ഐ യുസ്ലിമ ഔ ലാ വൽ ജുംഹൂറു മിൻ അഹ്ലിൻ നഖ്ലി വൽ കശ്ഫി. നഖ്ലിൻ്റെയും കശ്ഫിൻ്റെയും അഹ്ലുകാരിൽ നിന്ന് അധികം ആളുകളും, നഖ്ല് എന്ന് പറഞ്ഞാൽ കിതാബുകളും മറ്റുമൊക്കെ പരിശോധിക്കുന്ന ഉലമാക്കൾ, കശ്ഫ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളും അതുപോലെ സൂഫിസവും ഒക്കെയായി ജീവിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഇടയിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം ലാ യസിഹു മിൻഹു ഇസ്ലാം, ഇബ്ലീസ് മുസ്ലിമാകൽ സ്വഹീഹാവുകയില്ല, നന്നാവുകയില്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താണ്? ലി അന്നഹു ഹുവല്ലദീ സന്നൽ കുഫ്റ വശ്ശിർക ഫിൽ ആലം, അവനാണ് ലോകത്താദ്യമായി ഷിർക്കും കുഫറും ഒക്കെ തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ അവൻ മുസ്ലിമാവുക എന്നത് നന്നാവുകയില്ല. എന്നിട്ട് പറയുന്നു ബി ഖിലാഫി ജുനൂദിഹി മിൻ കുഫാരിൽ ജിന്നി വൽ ഇൻസി, മനുഷ്യ ജിന്ന് വിഭാഗത്തിൽ നിന്നുള്ള കാഫിരീങ്ങൾക്ക് വ്യത്യസ്തമായി യസ്യുഹു മിൻഹുമുൽ ഇസ്ലാം, അവരിൽ നിന്ന് ഇസ്ലാം സ്വഹീഹാകുന്നതാണ്. മനുഷ്യരിൽ നിന്നുള്ള
ഒന്ന് തിരിയുന്ന ആള് വായിച്ചാൽ അത് എന്താണെന്ന് വളരെ വ്യക്തമാവും. കാരണം അതിന്റെ ഹെഡിങ് നോക്കിയാൽ തന്നെ മതി. ഹൽ യസിഹു അൻ യുസ്ലിമ ഇബ്ലീസ്, ഇബ്ലീസ് മുസ്ലിം എന്നത് സ്വഹീഹാകുമോ, അതിന് സുഹത്തുണ്ടോ? അതാണ് ചർച്ച. സ്വഹീഹാവലൊന്ന് വേറെ, മുംകിനാവലൊന്ന് വേറെ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എപ്പോഴും ക്ലിയർ ആയില്ല. ഇത്ര നേരത്തത് പറഞ്ഞു തന്നിട്ടും ഇതിന്റെ അവൽ തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ചർച്ച ഇബ്ലീസ് മുസ്ലിം ആവുക എന്നതിന് സിഹത്തുണ്ടോ, ഓ മുസ്ലിമായി വന്നാൽ അത് സ്വീകരിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഓന്റെ മുസ്ലിം ആകലിന്റെ അവസ്ഥ എന്താണ്, അത് ഖാരിജിൽ സംഭവിക്കുമോ? അതാണ് ഇവിടെ ചർച്ച. നമ്മുടെ ചർച്ചയോ മുസ്ലിം ആകൽ മുംകിനാണോ, സാധ്യമാണോ അല്ലേ, മുഹാലാണോ അല്ലേ? നിങ്ങൾ പറയുന്നു മുഹാലാണ്, നമ്മൾ പറയുന്നു അത് സാധ്യമാണ്, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല. ഇവിടുത്തെ ചർച്ച മുംകിനല്ല. പിന്നെയോ അങ്ങനെ മുസ്ലിം ആവുക എന്നത് സംഭവിക്കുമോ? കണ്ടോ, ആ അൽ യസിഹു എന്ന ഇബാറത്തിന്റെ ആ ഹെഡിങ്ങിന്റെ നേരെ മുകളിലുള്ള ചർച്ച കടന്നു വരുന്നത് തന്നെ എങ്ങനെയാണ്? ആദം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ആദം നബിയുടെ വിഷയം കൃത്യമായി രേഖപ്പെടുത്തി, ഇബ്ലീസിന് സംഭവിച്ച കിബർ അതിന്റെ ആഴം രേഖപ്പെടുത്തിയിട്ട് ആ വിഷയത്തിൽ അവനൊരു ഖേദം വന്നിട്ടില്ല, അതുകൊണ്ട് വലിദാലിക ലം യഖഉ മിൻഹു തൗബത്തുൻ, അവനിൽ നിന്ന് തൗബ സംഭവിച്ചിട്ടില്ല, വലസ്തിഗ്ഫാറുൻ, ഇസ്തിഗ്ഫാറും സംഭവിച്ചിട്ടില്ല. അപ്പൊ സംഭവിക്കുക, അത് ഉണ്ടാവുക എന്നത് സംഭവിച്ചിട്ടില്ല. അതിനാർക്ക് അവിടെ തർക്കമുള്ളത്? നമ്മുടെ വിഷയം അതാണോ? ഇവിടത്തെ വിഷയത്തിന്റെ അടിത്തറ തന്നെ ഇത്രയും ഇതാ പറഞ്ഞത്, ഒരു അന്തുമില്ലാത്ത ചങ്ങായിയാന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതോ ഈ ടീം മൊത്തം ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാനൊന്നും ആരുമില്ലേ? സാധ്യമാണോ അല്ലേ എന്നുള്ള ചർച്ച വരുമ്പോ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലേ എന്ന ചർച്ചയിലേക്ക് പോകാൻ പാടുണ്ടോ? അത് ഞങ്ങളും സമ്മതിച്ചതല്ലേ, തൗഫീഖില്ല, അതുകൊണ്ട് സംഭവിച്ചിട്ടില്ല, ലം യഖഅ മിൻഹു തൗബത്തുന നമ്മുടെ വാദല്ലേ. ഇനി സംഭവിക്കണമെങ്കിൽ സ്പെഷ്യൽ ഇടപെടൽ വേണം, അതല്ലേ പിന്നെ ഹെഡിങ് ഇടുന്നത് ഹൽ യസിഹു അൻ യുസ്ലിം എന്ന് വായിച്ച എന്താ? പണ്ഡിതന്മാര് അവിടെയും തർക്കണ്ട്. അവിടെ ചിലര് പറഞ്ഞു അതും സ്വഹിയാകും, ഇബ്ലീസ് മുസ്ലിമായി വന്നാലും അതിന് സിഹത്ത് ഉണ്ടാവും പറഞ്ഞോലും ഉണ്ട് എന്നാ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് വൽ ജുംഹൂറു മിൻ അഹ്ലിൻ നഖ്ലി വൽ കശ്ഫി ലാ യസിഹു മിൻ ഇസ്ലാം, കശ്ഫ് നഖ്ല് ഇവർ രണ്ടിൽ നിന്നും ജുംഹൂർ ഭൂരിഭാഗവും പറയുന്നത് സഹിയാവൂല എന്നാണ്. പിന്നെ ബി ഖിലാഫി ജുനൂദിഹി മിൻ കുഫാരിൽ ജിന്നി വൽ ഇൻസി, അവന്റെ സൈന്യം കാഫിറായ ജിന്ന് ഇൻസ് ഇതിനെതിരായിട്ട് യസിഹു മിൻഹുൽ ഇസ്ലാം, അവരിൽ നിന്ന് ഇസ്ലാം സഹിയായി വരുന്നു. കമാ ഹുവ മുശാഹദുൻ ഫിൽ ഇൻസി ലികുല്ലി നാസ്, അവന്റെ അനുയായികളായ മനുഷ്യന്മാര് നന്നാകുന്നത് ആളുകൾ കാണുന്നുണ്ട്. വഫിൽ ജിന്നി ലി അഹ്ലിൽ കശ്ഫി, ജിന്നിന്റെ വിഷയത്തിലും കാണുന്നുണ്ട് ആര്? അഹ്ലുൽ കശ്ഫ്. അപ്പൊ കമാ ഹുവ മുശാഹദുൻ, അവര് നന്നാകുന്നത് കാണപ്പെടുന്ന പോലെ. അപ്പൊ നന്നാവുക എന്നത് സംഭവിക്കുക, ഉണ്ടാവുക, കാണപ്പെടുക, ഇതാണ് ചർച്ച. അതുകൊണ്ടാണ് ഇബ്ലീസിന്റെ ആളുകളൊക്കെ ഇവിടെ നന്നായതിന് ഒരുപാട് തെളിവുണ്ട്. ഇബ്ലീസ് നന്നാവുക എന്നത് അതിന് സിഹത്ത് ഉണ്ടാവില്ല. കാരണം അതിന് സിഹത്ത് ഉണ്ടായാൽ പലതും അല്ലാഹു തആല നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ അത് സുഹത്തായി സ്വഹിയായി വരിക? ഇതാണ് ഇമാം ഷഅറാനി തങ്ങൾ പറയുന്നത്. മുംകിനാണോ അല്ലേ എന്ന ചർച്ചയേ അല്ല. ഒരു വിഷയത്തിന്റെ അടിത്തറ പഠിക്കാതെ, അഖീദയുടെ കിതാബൊന്നും ശരിക്കും ഓതി പഠിക്കാതെ ഒരു വിഷയത്തിൽ യജൂസു എന്ന് പറയുന്നതും യസിഹു എന്ന് പറയുന്നതും ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ എവിടെ നിന്ന് രക്ഷപ്പെടാനാ? എന്നിട്ട് അയാള് ഒരു പോയിന്റ് കൂടി വായിക്കുന്നുണ്ട്, ഒന്ന് വായിക്കട്ടെ. അവൻ മുസ്ലിമാകൽ സ്വഹീഹായാൽ എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവുക എന്ന ഒരു കാര്യം സംഭവിച്ചാൽ ലതഅത്വലത്ത് ഖബ്ലത്തു അഹ്ലി ശഖ, പിന്നെ ഇവിടെ പരാജിതരായ ആളുകൾ ഉണ്ടാകില്ല. വലം യബ്ഖ ലഹും മൻ യുവസ്വിസു ലഹും ബിൽ മആസി, തെറ്റുകൾ കൊണ്ട് ദുർബോധനം നടത്താൻ അവർക്കിവിടെ ആരും ഉണ്ടാകില്ല. ഇബ്ലീസ് പോയാൽ പിന്നെ തെറ്റില്ലല്ലോ, പാപങ്ങളില്ലല്ലോ. വമഅലൂമുൻ അന്ന അഹദൻ മിനൽ, ഇവിടെ അർത്ഥം വെച്ച് വളരെ കൃത്യമാണ്. ആ അർത്ഥം തന്നെ ഒന്ന് ഉറപ്പിച്ചു നോക്കിയാൽ മതി. ഇത് ലൗ സ്വഹ ഇസ്ലാം ഇബ്ലീസ്, ഇസ്ലാം ഇബ്ലീസിന്റെ ഇസ്ലാം എന്നത് സംഭവിച്ചാൽ, നമ്മളെ ചർച്ച സംഭവിക്കുമോ ഇല്ലേ എന്നുള്ളതല്ല, സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നതാണ്. മുംകിനാണോ മുഹാലാണോ എന്നാണ് ചർച്ച. ഇതിൽ പറയുന്നത് അങ്ങനെ ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന
പരാജിതരായി വരുന്ന ആളുകളുണ്ട്, അവരുടെ കാര്യം അള്ളാഹ് ഒരുപാട് എടുത്തു പറഞ്ഞതാണല്ലോ, പരാജയപ്പെട്ട ആളുകളുടെ അവസ്ഥ, അതൊക്കെ വെറുതെ ആയി പോകും. അത് പറയുമ്പോഴേക്ക് അത് സംഭവിക്കുക എന്നത് മുഹാലാണെന്ന് അർത്ഥം വെച്ചതാ പ്രശ്നമായത്. അതിന്റെ നേരെ മുമ്പത്തെ പേജിൽ വേറൊരു ചർച്ച ഉണ്ട്. ലാ യസിഹു റഫ്ഉൽ മആസി മിനൽ അർദി ജുംല, അതായത് ഭൂമിയിൽ നിന്ന് മൊത്തത്തില് ആരും തെറ്റ് ചെയ്യാതിരിക്കുക എന്നത് സ്വഹിയാവൂല എന്ന് പറയുന്നുണ്ട്. ആരും തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവൂല, അത് സ്വഹിയാവൂല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് സ്വഹിയാവൂല? മുഹാലായിട്ടാ? ഭൂമിയിൽ ആരും തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മുഹാലായ കാര്യ അല്ല, മുംകിനാണ്. ഫിദ്ദാത്ത് ബിദ്ദാത്ത് അത് മുംകിനാണ്, പക്ഷെ അങ്ങനെ ഉണ്ടാവൂല, അത് സ്വഹിയായി വരൂല. എന്തുകൊണ്ട്? ലൗ റുഫിഅത്ത് ലതഅത്തല കസീറു മിൻ ഹദറാത്തിൽ അസ്മാഇൽ ഇലാഹിയ, അള്ളാഹിനെ കുറിച്ച് തന്നെ പറഞ്ഞ പല പേരുകളും എന്ത് ചെയ്യേണ്ടി വരും? അതിനൊന്നും അർത്ഥമില്ല എന്ന് വരേണ്ടി വരും. അപ്പൊ അതൊക്കെ ഖാരിജിൽ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള പ്രത്യേകമായ വാക്കുകളാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞു വച്ചതിൽ അർത്ഥമില്ലാതെയാകും, അതുകൊണ്ട് അത് ഖാരിജിൽ വാഖിയാവൂല, സംഭവിക്കൂല എന്ന് പറയുമ്പോ ഒരു സ്പെഷ്യൽ ഇടപെടൽ വരുമ്പോ അതുണ്ടാകും. സ്പെഷ്യൽ ഇടപെടൽ വരുമ്പോ അല്ലാഹു തആല തന്നെ നേരത്തെ പറഞ്ഞത് മായ്ച്ചു കളയും, ആ സ്ഥാനത്ത് അവൻ വേറെ കൊണ്ടുവരും. അതാണ് യംഹുല്ലാഹു മാ യശാഉ വ യുസ്ബിത്. അതിന്റെ തെളിവാണ് ശൈത്താൻ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശൈത്താൻ മുസ്ലിമായല്ലോ. അപ്പോൾ ശൈത്താനാണ് മുസ്ലിമായത്. അപ്പൊ ഇവിടെ സ്പെഷ്യൽ ഇടപെടൽ, അതാണ് അതിൽ തന്നെ പറഞ്ഞത്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്താണ് എന്ന് വരെ പറഞ്ഞില്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രത്യേകത എന്ന നിലക്ക് പിശാചിന് എന്ത് ചെയ്യാ? മുസ്ലിമാകാ. അപ്പൊ അവിടെ സ്പെഷ്യൽ ഇടപെടൽ നടന്നു. നിങ്ങൾ പറയുന്നത് മുംകിനല്ല എന്നാണ്. മുംകിനല്ലെങ്കിൽ സ്പെഷ്യൽ ഇടപെടലിന് സാധ്യതയില്ല അവിടെ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പൊട്ടത്തരം നിർത്തുക. ഏത് വാക്യയിൽ ഉണ്ടാവുക, ഖാരിജിൽ അത് സംഭവിക്കുക എന്നത് വേറെയാണ്, സാധ്യമാണോ എന്നത് വേറെയുമാണ്. ഇത് രണ്ടും അറിയാതെ സംസാരിക്കരുത്. ഇനി അവിടെ ഒന്നുകൂടി ഇയാൾ പറയുന്നുണ്ട്, അതോടുകൂടി ആ വിഷയം തീരുമാനം. അതും കൂടി വെച്ചോളൂ. മനുഷ്യനെ ഓരോ തെറ്റ് ചെയ്യാനും പ്രേരിപ്പിച്ചതിന്റെ ശേഷം ഇബ്ലീസ് തൗബ ചെയ്യാറുണ്ട്. വസ്തദല്ല അലാ ദാലിക ബി ഹദീസിൻ, അതിന് അദ്ദേഹം ഒരു തെളിവും പറഞ്ഞു. ഇദാ സജദബ്നു ആദമ ഇഅ്തസല ശൈത്വാനു യബ്കി വയഖൂലു യാ വൈലി എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസും പറഞ്ഞു. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ലൗ സ്വഹലഹു നദമു വൽ ബുകാഉ ഹഖീഖത്തൻ ലകാന സഈദൻ മിൻ ജുംലത്തിൽ മുഅ്മിനീന വലം യുഖല്ലദു ഫിന്നാർ. അവൻ കരയുന്നതും അവന്റെ സങ്കടവുമൊക്കെ സ്വഹീഹാവുകയാണെങ്കിൽ, ശരിയാവുകയാണെങ്കിൽ, അവൻ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിജയിയാകില്ലേ? യഥാർത്ഥത്തിൽ അവൻ നരകത്തിൽ ശാശ്വതവാസിയുമാകില്ല. വഖദ് ജാഅത്തിൻ നുസൂസുൽ ഖത്ഇയ്യതു ബിദുഖൂലിഹി മഅൽ ഖബലത്തില്ലത്തി ഫതഹഹു വബാബഹൻ നാറ ഖാലിദീന മുഖ. അപ്പോ ആ ഭാഗം കൂടി വായിച്ചാൽ ഇതിലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആയി ഇങ്ങനെ വരും. ഇതിപ്പോ എന്താ അയാൾ വായിച്ച ഭാഗം? ഈ കിതാബിൽ അത് കൃത്യമായി ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ഒരാളോട് ഈ വിഷയത്തിൽ തർക്കിച്ചത് എടുത്തു ധരിക്കുന്നുണ്ട് ഇമാം ഷഅറാനി തങ്ങൾ. ഖുൽതു എന്ന് പറഞ്ഞിട്ട്, വഖദ് ജാദലനി ശഖ്സുൻ, എന്നോടൊരാള് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇബ്ലീസ് ശരിക്ക് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? ഇബ്ലീസിനെ സംബന്ധിച്ച് പറഞ്ഞൊരു ഹദീസിൽ, ഇദാ സജദബ്നു ആദം ഇഅ്തസല ശൈത്വാനു യബ്കി, മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ അവൻ കരഞ്ഞ് വളരെ ആ ഭാഗത്തു നിന്ന് തന്നെ ഓടി ഖേദം എന്നൊരാൾ എന്നോട് പറഞ്ഞപ്പോ ഫഖുൽതു ലഹു, ഞാൻ അവനോട് പറഞ്ഞു, ലൗ സ്വഹലഹുന്നദും വൽ ബുകാ ഹഖീഖതൻ. ഇമാം ഷഅറാനി തങ്ങൾ പറയാ, ഖേദവും കരച്ചിലും യഥാർത്ഥത്തിൽ തന്നെ അവനിൽ നിന്ന് സംഭവിച്ചാൽ ലകാന സഈദൻ മിൻ ജുംലത്തിൽ മുഅ്മിനീൻ വലം യുഖല്ലദു ഫിന്നാർ, ഓ പിന്നെന്താവും? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാകും, നരകത്തിൽ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ഓനിൽ നിന്ന്
നദുമ് വരുന്നുണ്ട്, ബുക്കാവ് വരുന്നുണ്ട്, പക്ഷെ അത് ഹഖീഖിയായി സംഭവിക്കണില്ല എന്നാണ് ഇമാം ഷഹറാനി തങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നില്ല. സംഭവിച്ചാലോ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ വരും. പക്ഷെ അത് സംഭവിക്കൂല, തൗഫീഖില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് വഖദ് ജാഅത്തിൻ നുസൂസുൽ ഖത്ഇയ്യത്തു ബിദുഖൂലിഹി മഅൽ ഖബ്ദത്തിൽ ലത്തി ഫതഹു ഹുവ ബാബുഹാ അന്നാർ. അപ്പോ ഇവനിൽ നിന്ന് തൗഫീഖ് വരുന്നില്ല, അതുകൊണ്ടത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു അവനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിലുള്ള ഖേദവും കരച്ചിലും അവനിൽ നിന്നുണ്ടായാൽ അവൻ മുഅ്മിനീങ്ങളിൽ പെടും. ഇതൊക്കെ ഇമാം ഷഹറാനി തങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ് അവിടുത്തെ ശൈത്വാൻ മുസ്ലിമായി എന്നത്. അപ്പോൾ സാധാരണ സംഭവമേ അല്ല, അത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ അങ്ങനെ സംഭവിച്ചത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. പക്ഷെ അവിടെ സംഭവിച്ചു എന്നത് ഖരീൻ, അതാണ് അന്ന കലാമന ഇന്നമാ ഹുവ ഫിൽ ഖരീൻ. ഇവിടെ സംസാരം കൂടെയുള്ള ശൈത്താനെ കുറിച്ചാണ്, ഇബ്ലീസിനെ കുറിച്ചല്ല. അപ്പൊ ഇബ്ലീസിനെ കുറിച്ച് സംഭവിച്ചുവെന്നോ സംഭവിക്കുമെന്നോ പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അവന് തൗഫീഖ് വന്നു ചേർന്നിട്ടില്ല. മുംകിനാണ്, പക്ഷെ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ശൈത്താൻ അവനും മുംകിനായതുകൊണ്ട് സ്പെഷ്യൽ ഇടപെടൽ അവിടെ നടന്നു. ഓനെന്തായി? മുസ്ലിമായി. അതാണ് ഫദാലിക ഖുസൂസിയത്തുൽ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, പിശാചിനെ കുറിച്ച് പറഞ്ഞ 1-2 ആയത്തുകൾ ഇമാം ഷഹറാനി തങ്ങൾ അവിടെ എടുത്തു കൊടുക്കുകയാണ്. പിശാച് പറയുന്നുണ്ടല്ലോ, നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ അവൻ പറയും, നിങ്ങളെ എന്നെ തെറ്റെയ്ത് കുടുങ്ങിപ്പോയ ആളുകളോട് അവൻ പറയുന്നതാണ്, ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ ആരും എന്നെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങളെ നഫ്സിനെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി, ഞാൻ അതിലൊന്നുമില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, നിങ്ങൾ ശിർക്ക് ചെയ്തതിൽ നിന്നൊന്നും ഞാനില്ല, ഞാൻ അതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്, എനിക്ക് ശിർക്ക് വന്നിട്ടില്ല. അവൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് സ്വീകാര്യമാകുന്നില്ല എന്നൊരു ചർച്ച അവിടെ കൊണ്ടുവരുന്നുണ്ട്. പിശാചാണല്ലോ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് ഞാൻ ഒഴിവാണ്. പക്ഷെ അത് എന്തുകൊണ്ട് അത് ഉപകാരപ്പെടുന്നില്ല കേട്ടോ. ലാക്കിൻ ലാ യൻഫഉഹു ദാലിക തബറു, ഇബ്ലീസിന്റെ ഒഴിഞ്ഞുമാറ്റം അവൻ ഉപകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അന്നഹു ലം യകുൻ ഫീ ദാരി തക്ലീഫ്. ഇതൊക്കെ ഈ ചങ്ങായി വായിച്ച അതേ കിതാബിലുള്ളതാ. ഓന് പറ്റിയതാണെന്ന് കരുതിയിട്ട് യസിഹു എന്നുള്ള ഒരു ഇബാറത്ത് കണ്ടപ്പോൾ അതിൽ ചാടി പിടിച്ചു വന്നതാ. ഇമാം ഷഹറാനി കൃത്യമായിട്ട് പറയുന്നത് വായിച്ചു നോക്ക്. അവൻ ആഖിറത്തിൽ വെച്ച് പറയുന്ന ഈ സംഭവം അവൻ ഉപകരിക്കാത്ത ലിഅന്നഹു ലം യകുൻ ഫീ ദാരി തക്ലീഫ്, ഓൻ തക്ലീഫിന്റെ ലോകത്ത് നിന്ന് അല്ലാതെ പറയുന്നതാണ്. തക്ലീഫിന്റെ ലോകം എന്ന് പറഞ്ഞാൽ ആഖിറം. ആ തക്ലീഫിന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകം. അവൻ പറയുന്നത് ആഖിറത്തിൽ നിന്നാണ്. അപ്പൊ ആഖിറത്തിൽ നിന്ന് പറയുന്നത് കൊണ്ട് അത് സ്വീകാര്യമല്ല. അപ്പൊ ദുനിയാവെന്ന് പറഞ്ഞാലോ, ദുനിയാവിൽ നിന്ന് ഹഖീഖത്തൻ പറഞ്ഞാലോ സാധ്യതയുണ്ട് എന്നല്ല ഈ പറയുന്നത്. മാത്രമല്ല, ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹു റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞിടത്തും ഇമാം ഷഹറാനി എഴുതുന്നുണ്ട്, ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ് എന്ന് പിശാച് പറഞ്ഞത് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ലിഅന്നഹു ഖൗഫു നിഫാഖ്, ആ ഭയം അത് നിഫാഖിന്റെ ഖൗഫാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ ഖൗഫ് വരുന്നില്ല. യഥാർത്ഥത്തിൽ ഖൗഫ് വരണമെങ്കിൽ എന്ത് വേണം? ഓനോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് തൗബ എന്ന്. ആ തൗബ തന്നെ സംഭവിക്കണം. ആ തൗബ തന്നെ സംഭവിച്ചാലേ യഥാർത്ഥ തൗബയാകും. അതേതാ? ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് പോയി സുജൂദ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഇമാം ഷഹറാനി പറഞ്ഞതിന്റെ ആകത്തുക, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഞാൻ ശിർക്കിൽ നിന്ന് ഒഴിവാണെന്നും ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് അവൻ പറയുന്ന സമയം ആഖിറത്തിൽ വെച്ചാണ്. അവിടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തക്ലീഫിന്റെ ലോകമല്ല, കൽപ്പനകളുടെ ലോകമല്ല. ഇവിടെ നിന്ന് പറയേണ്ടിയിരുന്നു മരണത്തിന് മുമ്പ്. അപ്പൊ മരണത്തിന് മുമ്പ് അവൻ പറഞ്ഞതോ അത് യഥാർത്ഥത്തിലുള്ള ഖേദവും കരച്ചിലും അതുപോലെ തന്നെ ഒഴിഞ്ഞു മാറ്റുമല്ല, അത് നിഫാഖ് അതിലുണ്ട്. എന്തുകൊണ്ട് നിഫാഖ് ഉണ്ട്? അവനോട് പറഞ്ഞിട്ടുണ്ട് തൗബ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്, അതവൻ ചെയ്തിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇമാം ഷഹറാനി തങ്ങൾ ആ കിതാബിൽ പറഞ്ഞു തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവിടെ ചർച്ച ചെയ്ത് ഹൽ യസ്ലഹു അൻ യുസ്ലിമ എന്നാണ്, മുസ്ലിമാകാൻ പറ്റുമോ ഇല്ലേ
ഇബ്ലീസ് അതിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് രേഖപ്പെടുത്തി. ഇവിടെയുള്ള ചർച്ച അങ്ങനെ ഖാരിജിൽ വാഖിയാവാൻ പറ്റുമോ, അത് അവരിൽ നിന്ന് സ്വഹീഹാകുമോ ഇല്ലയോ എന്നാണ്. ആ ചർച്ചയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. അതിൽ ഒരു വിഭാഗം പറയുന്നത് ഇതാണ്. എത്ര കൃത്യമായിട്ടാണ് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തിയത്. നമ്മുടെ തെളിവുകളാണ് അതിൽ മൊത്തം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ രേഖകളാണ് അതിൽ പറയുന്നത്. എന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ ചർച്ചകൾ അതിൽ കൊണ്ടുവരുന്നുണ്ട്. അവൻ വേറൊന്ന് വായിക്കട്ടെ, ആ കിതാബിൽ നിന്ന് തന്നെ വേറൊരു ഭാഗം. ഉണ്ടായിരുന്ന ശൈത്താൻ മുസ്ലിമാണ് എന്നത് സങ്കല്പിച്ചിട്ട് ഫഅസ്ലമ എന്ന് വായിച്ചാൽ ഫദാലിക ഖുസൂസിയത്തുൽ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബിതങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. എന്നിട്ട് ലി അന്ന കലാമന, നമ്മുടെ സംസാരം ഖുസൂസിയത്താണ്, അതോടുകൂടി തന്നെ അത് സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് നടന്നതാണെന്ന് വ്യക്തമായി. സംഭവിച്ചു എന്ന് പറയുന്ന ഈ ചർച്ച ഖരീനിലാണ്, ഇബ്ലീസിലല്ല. ഇബ്ലീസിൽ അങ്ങനെ സംഭവിച്ചു എന്ന ചർച്ച വരുന്നില്ല, കാരണം അവന് തൗഫീക്ക് കിട്ടിയിട്ടില്ല. ഇനി അടുത്ത വെക്ക്. എന്റെ നേതാവ്, എന്റെ ഉസ്താദ് അലിയുൽ ഖവാസ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൗ സഹ തൗഹീദു ഇബ്ലീസ, ഇബ്ലീസിന്റെ തൗഹീദ് സ്വഹീഹാവുകയാണെങ്കിൽ ബി ഖൗലിഹി ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഇബ്ലീസ് പറയുമല്ലോ, ഞാൻ നിന്നിൽ നിന്നൊഴിവാണ്, ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്നൊക്കെ ഇബ്ലീസ് പറയുന്നതായി പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് പറഞ്ഞതിന്റെ പേരിൽ ഇബ്ലീസ് മുവഹിദാണ്, മുസ്ലിമാണ് എന്ന് പറയുന്നത് സ്വഹീഹാവുകയാണെങ്കിൽ ലദഹബ സിഫത്തു ശിർകി മിനൽ ആലം, ലോകത്ത് നിന്ന് ശിർക്ക് തന്നെ പോയി പോകും. അങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, വലാ യഖ്ഫാ അലൈക, നിനക്കൊരു അവ്യക്തതയും വേണ്ട, അന്ന ഇബ്ലീസ, തീർച്ചയായും ഇബ്ലീസ് മുശ്രിക്കുൻ ബിലാ ശക്കിൻ വലാ റൈബ്, ഒരു സംശയവുമില്ല അവൻ മുശ്രിക്കാണ്. എന്തിനു വായിക്കാണ്, എന്താ പേരുള്ളത്? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്ലീസിനെ സംബന്ധിച്ച് മുവഹിദാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? അതിന് മറുപടി പറയാണ്, അത് പറയാൻ പറ്റൂല. ഓന്റെ മനസ്സിൽ ഇല്ലാത്തതാണോ പറഞ്ഞത്, അതുകൊണ്ടോ മുശ്രിക്ക് തന്നെയാണ്. അതിനൊക്കെ ആർക്കാ തർക്കം? എന്തിനാണ് അത് ഇവിടെ വായിക്കുന്നത്? അപ്പൊ ആ കിതാബിൽ നിന്ന് വായിച്ചതിൽ 90% ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയേ അല്ല. പിന്നെ ഹൽ യസിഹൂന്ന് വായിച്ചത് ഇംഖാനുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല, അത് സിഹത്തിന്റെ ചർച്ചയാണ്. അതൊക്കെ ഔട്ടായി, അതൊന്നും ഈ വിഷയത്തിൽ വായിക്കേണ്ടതല്ല. ഇനി അതിലെന്തേ വായിക്കുന്നുണ്ടോ? ഒന്നുകൂടി കൊടുക്കുക. അവന്റെ ഉള്ളും പുറവുമൊക്കെ ഒരു സംശയവും വേണ്ട, അവൻ മുശ്രിക്കാണ്. മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ല വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടോ ഇമാം ഷഅറാനി റഹിമഹുല്ല എഴുതാൻ, മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തുരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇബ്ലീസ് വന്നതും ഇബ്ലീസ് മഹാനവറുകളോട് തർക്കിച്ചതുമൊക്കെ രേഖപ്പെടുത്തിയിട്ട് പറയുന്നു, എൻ്റെ അടുത്തും ഇബ്ലീസ് വന്നിട്ടുണ്ട്, ഞാനുമായി തർക്കിച്ചിട്ടുണ്ട്, ഇബ്ലീസ് എന്നെ വഴിപിഴപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, അവനവന്റെ കുറെ ന്യായങ്ങൾ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി പറഞ്ഞു. നന്നായി. ഈ കാര്യത്തിനൊക്കെ ഒരു കൃത്യത കിട്ടും ചെയ്യുമല്ലോ. ഇമാം ഷഅറാനി തങ്ങളുടെ കിതാബ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം, കാരണം അതൊക്കെ ഞങ്ങളുടെ തെളിവുകളാണ് ഓരോന്നും. അതാണ് ഞാൻ ഓരോന്ന് എടുത്തു പറഞ്ഞത്. ഇനി അതില് ഇബ്ലീസിന്റെ വിഷയം പറയുമ്പോൾ അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അവിടെ ഇയാൾ വായിച്ചതന്നെ നമുക്കൊന്ന് വായിക്കാലോ. ഇയാൾ തുടങ്ങിയതുകൊണ്ട് നമുക്കൊന്ന് കൃത്യാക്കും ചെയ്യാം. മുഹാവറത്തു ഇബ്ലീസ് വ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തുരി എന്ന ഒരു അധ്യായമുണ്ട്. ഇബ്ലീസും സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തുരി തങ്ങളും തമ്മിലുള്ള ചർച്ച. ആ ചർച്ച വായിച്ചാൽ തന്നെ എന്റെ വാദം പൊളിയൂലേ? മുഹാലാണ് നല്ല വാദിച്ചു വന്ന്. എന്തൊക്കെയപ്പോ ആ ചർച്ചയിലുള്ളതെന്ന് വായിച്ചു നോക്കുകയും മുഹാവറിന് പോയാൽ മതിയോ? ഇബ്ലീസ് ഇജ്തമഅ ബി സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തുരി റളിയല്ലാഹു അൻഹു, അവരോട് ഒരുമിച്ച് കൂടി. അപ്പൊ ഇബ്ലീസിനോട് പല ചോദ്യം മൂപ്പര് ചോദിച്ചു. അതിൽ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് അള്ളാനെ പിടിച്ച് കള്ളസത്യം ചെയ്ത്? ഇന്നി ലക്കുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാണെന്ന് ആദം നബിയോടും ഹവ്വാ ബീവിയോടും പറഞ്ഞില്ലേ? അത് അള്ളാനെ പിടിച്ച് സത്യം ചെയ്തിട്ടല്ലേ പറഞ്ഞത്? അള്ളാനെ പിടിച്ചെന്തിനാ കള്ളസത്യം ചെയ്തത്? അപ്പൊ ഫഖാല മഅദല്ലാഹ് അൻ നുഖ്സിമ കാദിബ, ഞാൻ അള്ളാനെ പിടിച്ച് ഒരിക്കലും കള്ളസത്യം ചെയ്യൂല.
വഇന്നമാ അഖ്സംതു ബില്ലാഹി അല്ലദി യഖ്തുറു ബിബാലിൽ അബ്ദ്, ഞാൻ അള്ളാഹനെ തന്നെ സത്യം എന്നറിഞ്ഞത് ഓരോ അടിമകളുടെ ഹൃദയത്തിൽ തോന്നുന്ന ഓരോ അള്ളകളുണ്ട്, ആ അള്ളനെ പിടിച്ചാണ് ഞാൻ സത്യം ചെയ്തത്. യഥാർത്ഥത്തിലുള്ള അള്ളാഹ് അതല്ലല്ലോ. ഇബ്ലീസ് സഹീൽ തങ്ങളോട് പറയാ, ബലഗാടി പോതണ്ട് ഇബ്ലീസിന് എന്നായിന്ന് മനസ്സിലാണ്. കാരണം ഞാൻ സത്യം ചെയ്തത് ഓരോരുത്തർക്ക് തോന്നുന്ന ഓരോ രൂപത്തിന് അള്ളാന്ന് പേരിടും, ആ അള്ളനെ കൊണ്ടാണ്, അല്ലാതെ യഥാർത്ഥത്തിലുള്ള അള്ളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ അള്ളാന്റെ സ്വന്തം ആളാകുന്നുണ്ട്. ഞാൻ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്തതാണ്, അത് അള്ളാഹുവിലേക്ക് ചേരാതിരിക്കാൻ. فإن من شأن المحب أن يتحمل عن سيده ومحبوبه كل مذموم. ഒരാൾ മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ തന്റെ മെഹബൂബിലേക്ക് ഒരു തെറ്റും വരാതെ എന്നിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെ എല്ലാ തിന്മകളും എന്നിലേക്ക് വരട്ടെ എന്നുള്ള കരുതി ഞാനത് ഏറ്റെടുത്തതാണ് എന്നൊക്കെ അങ്ങനെ മൂലമ്മിൽ ചർച്ച നടക്കുകയാണ്. അപ്പൊ സഹീൽ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ അള്ളാന്റെ സ്വന്തം ആളാണെങ്കിൽ മാ മഅനൽ ലഅനി വത്തൊർദ്, എന്തിനാ അള്ളാഹ് എന്നെ ആട്ടി ഓടിച്ചത്? അപ്പൊ എന്റെ മറുപടി, ആട്ടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്തൊർദുൻ ഹദറത്തിൽ ഖാസ, അവന്റെ പ്രത്യേകമായി ഇരിക്കുന്ന ഹദറത്ത് നിന്ന് പോയി എന്നാണ്, അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കുന്ന രൂപല്ലത് എന്നൊക്കെ ഓലമ്മിൽ ഭയങ്കര തർക്കം. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് എന്നോട് അള്ളാഹ് കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാണ്, ഇതൊക്കെ നടന്ന ചർച്ചയാണ്, അതിന്റെ സത്യം എന്ത് എന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ഇവിടെ ചർച്ച വരികയാണ്. അങ്ങനെ ചർച്ച ചെയ്ത് അവൻ പറയുന്നുണ്ട്, എന്റെ ക്ഷമെന്ന് നോക്കിങ്ങള്, എന്നെ ലോകത്തുള്ള എല്ലാവരും ലഅനത്ത് ചെയ്യുന്നു, ചീത്ത പറയുന്നു. ഫലാ യതഗയ്യറു മിന്നി ശഅറാത്തും വാഹിദ, ഒരു ചെറിയ പകർച്ച പോലും എനിക്ക് ഉണ്ടാണില്ല. നിങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ അവസ്ഥ എന്താവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇബ്ലീസ് പറയുന്നുണ്ട്, ഒരു ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട് സഹീൽ തങ്ങളോട്. എന്താണ് ആയത്ത്? വറഹ്മതി വസിഅത് കുല്ല ശൈ. ഇത് ഖുർആനിലുള്ള ആയത്താണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇബ്ലീസ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹ് പറയാണ്, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും ഉള്ളതാണ്, എല്ലാ വസ്തുക്കൾക്കും അത് വിശാലമാണ്. കുല്ല ശൈ വ അന ശൈഉൻ, ആ പറഞ്ഞ ശൈയിൽ ഞാനും ഉണ്ടല്ലോ, അപ്പൊ അള്ളാന്റെ റഹ്മത്ത് എനിക്കും കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോ എന്താ സഹീൽ തങ്ങൾ മറുപടി പറഞ്ഞ്? സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തുരി, പോടാ, അനക്ക് അള്ളാന്റെ റഹ്മത്ത് കിട്ടേ, മുഹാലല്ലേ അത്, അന്റെ തൗബ സ്വീകരിക്കേ, അതല്ല മറുപടി പറഞ്ഞ്. സഹീൽ തങ്ങൾ പറഞ്ഞു, അതിന്റെ ബാക്കിയും കൂടി ഓതണം. അതിലുണ്ട് ഫസഅക്തുബുഹാലില്ലദീന യത്തഖൂന വയൂതൂന സക്കാ, ഈ പറയുന്ന റഹ്മത്ത് എത്തുന്നത് തഖ്വയുള്ളവർക്കാണ് എന്നുണ്ട്. അപ്പൊ തഖ്വയുണ്ടാകണം എന്നത് അതിന്റെ നിബന്ധനയാണ്. നിന്നിലാണെങ്കിലോ ലൈസ ഫീക ഖസ്ലത്തും മിൻ ഹാദിഹിൽ ഖിസാൽ, ആ പറഞ്ഞ തഖ്വ അനക്കില്ല, അപ്പൊ അതുകൊണ്ടാണ് നിനക്കത് കിട്ടാത്തത്. അപ്പൊ തഖ്വ ഉണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത അപ്പോഴുണ്ട് എന്ന് വെച്ചു കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇബ്ലീസ് വിട്ടില്ല. ഇബ്ലീസ് പിന്നെയും പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞത് പത്രല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്നൊക്കെ സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തുരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോയിന്റ്, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഈ ചർച്ചക്കൊക്കെ എന്ത് സ്ഥാനം? മുംകിനന്നല്ല, അത് മുഹാലാണ്, അസംഭവ്യമാണ്, ലോകത്ത് സംഭവിക്കൂല എന്നതാണെങ്കിൽ ഈ ഇബ്ലീസിനോട് ഇത് വർത്താനം പറയേണ്ട കാര്യമുണ്ടോ? ഇത് സഹീൽ തങ്ങൾ മാത്രല്ല, റിഫായി ഷേഖ് പറയുന്നു എന്റെ കൂടെ തുടരൂ, അത് തന്നെ മൂസാ നബി പറയുന്നു, അത് തന്നെ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു. അപ്പോ ഇത് മുംകിനായ കാര്യമാണ് എന്നുള്ളതിന് ഇതൊക്കെ ധാരാളമായി തെളിവ് നമുക്ക് മതി. അതാണ് ഞാൻ ശറഹുൽ അഖായിദിൽ നിന്നും ആദ്യം വായിച്ച കിതാബുകളിൽ നിന്നൊക്കെ ഇത് സംഭവ്യമാണ്, മുഹാലല്ല എന്ന് തീർത്തു പറഞ്ഞത്. പിന്നെ ചർച്ച അത് സ്വഹീഹാകുമോ ഇല്ലേ എന്നതാണ്. അതിലും രണ്ടഭിപ്രായമുണ്ടെന്നാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ആ കിതാബിൽ പറയുന്നത്. ഇനി അയാളെ 2 വാചക കസർത്ത് കൂടി നടത്തുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഇയാളുടെ പെരുന്നാൾ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് പെരുന്നാളിൽ നടത്തിയ വമ്പൻ നുണ, പെരുന്നുണ, അത് മുഴുവനും പൊളിഞ്ഞ് പാളീസാകും. 2 ചാൻസും കൂടി അയക്കാൻ നമുക്ക് കൊടുക്കാം. പറയട്ടെ. ചില ആളുകൾ, ചില മഹാന്മാർ, സൂഫികളൊക്കെയായ ചില ആളുകൾ ഇബ്ലീസിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടികളിൽ അവർ ചിലപ്പോൾ ഇബ്ലീസിനെ നന്നാക്കിയൊക്കെ പറഞ്ഞേക്കാം. അത് നീ സൂക്ഷിക്കണം. ഏതുപോലെ ആദം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ അതുപോലെയുള്ള ചില സംസാരങ്ങൾക്ക് നാം മറുപടി കൊടുത്തിട്ടുണ്ട്.
അവരിങ്ങനെ ചില മഹാന്മാർ അല്ലെങ്കിൽ ചില സൂഫികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയല്ല വേണ്ടത്, സൂക്ഷിക്കണം. ഫഇന്നഹു ലഅനഹുല്ലാഹു, അല്ലാഹു തആല അവനെ ശപിച്ചിരിക്കുന്നു. ഖദ് അസ്റ അലാ ദംബിഹി, അവൻ അവന്റെ പാപത്തിന്റെ മേൽ നിത്യനായിരിക്കുന്നവനാണ്. വലം യസ്തഗ്ഫിർ മിൻഹു, അവൻ ആ പാപത്തിൽ നിന്ന്. അപ്പോ ഓനിങ്ങനെ ഏതോ ഒരു ഇബാറത്ത് കിട്ടിയിട്ട് ഇയ്യാക്കും മൻ തുഖിറു അഹദം മിൻ അഹ്ലി ശതുഹി അലാ ജവാബിഹി അൻ ഇബ്ലീസ് നദീറ മാ ജബന ബിഹി അൻ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വന്ന ഒരു സംശയത്തിന് നമ്മൾ മറുപടി പറഞ്ഞല്ലോ. ആ മറുപടി പോലത്തെ മറുപടി ഇബ്ലീസിനെ കുറിച്ച് ചിലർ പറഞ്ഞിട്ടുണ്ട്. അവരെ ഈ സൂക്ഷിക്കണം. ഇയ്യാക്കും സുമ്മ ഇയ്യാക്കും, അവരോട് സഹവസിക്കാൻ പാടില്ല, അവർക്ക് ശരീഅത്ത് മനസ്സിലായിട്ടില്ല എന്ന് മഹാനരായ അലിയുൽ ഖവാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ ഈ കിതാബിൽ പറഞ്ഞതിനെ നേരെ മറിച്ചിട്ട് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ചർച്ചയും അതും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്താണ് അവിടുത്തെ വിഷയം? ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞു അതിന് മുമ്പ് വായിച്ചു നോക്കണത്. അവിടുത്തെ പ്രശ്നം എന്താണ്? സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാം പോന്നു. ആ പോരല് കാന, അതായി ഹുബൂത്ത തഖ്രീബിൻ വ ശറഫ്, അള്ളാഹിനോടുള്ള അടുപ്പവും ഷറഫും മഹത്വവും നിലനിർത്തിക്കൊണ്ടുള്ള വരവാണ് സ്വർഗത്തിൽ നിന്ന്. ആരുടെ വരവ്? ആദം നബി അലൈഹി സ്വലാമിന്റെ വരവ്. ലാ ബുഅദിൻ വ ഖതിഅ, അള്ളാഹുമായുള്ള ബന്ധം മുറിച്ച് എന്നേക്കുമായി വിട്ടു പോയ ആ രൂപത്തിലുള്ള വരവല്ല. അക്സ ഹുബൂത്തി ഇബ്ലീസ്, ഇബ്ലീസിന്റെ സ്വർഗത്തിൽ നിന്നുള്ള ഇറക്കം അതിനെതിരാണ്. ഇത് സമർത്ഥിച്ചിട്ടുണ്ട് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയാണ്, ചില ആളുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് പോലെയുള്ള ഒരു വരവാണ് ഇബ്ലീസിന്റെ വരവും എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞോല് വരെ ഉണ്ട്. ആ പറഞ്ഞത് ശരിയല്ല. അവർ പറഞ്ഞതിനെതിരെയാണ് സത്യം. അവര് പറയുന്നത് കേട്ട് കുടുങ്ങണ്ട എന്നാണ് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെ ഇവിടെ ആരോ പറഞ്ഞു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗത്തിൽ നിന്ന് പോകുന്നത് ആദം നബിയുടെ പോക്ക് പോലെ തന്നെ ആദം നബി ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ടാണല്ലോ പോകുന്നത്, അള്ളാഹിനോടുള്ള അടുപ്പവും നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് ഇബ്ലീസിന്റെ വരവും എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അതും ഇതും തമ്മിൽ ഒരു രൂപത്തിലും ചർച്ച ഒന്നായ രൂപമില്ല. അപ്പൊ വെറുതെ എന്ത് ചെയ്യാ, ഈ കുഞ്ഞാടുകളെ കൂടെ നിർത്തണല്ലോ. വളരെ പച്ചയായി ശറഉൽ അഖായിദ് പോലെയുള്ള അഖീദകളുടെ ഗ്രന്ഥങ്ങളിൽ ഇബ്ലീസ് പോലെയുള്ളവരിൽ നിന്ന് ഈമാൻ ഉണ്ടാകൽ മുംകിനാണ്, മുഹാലല്ല. മുഹാലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മഅന മുഹാലുൽ ഗൈറാണ്, മജാസായി പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ അത് സാധിക്കുന്നതാണ്. ഇതൊക്കെ പച്ചയായി പറഞ്ഞിട്ട് ഇതൊക്കെ ഈ പാവപ്പെട്ട ഇതൊക്കെ എന്തിനാ പറയുന്നത്? റിഫായി മാലനെ എതിർക്കാൻ, മടവൂര് ശൈഖുനെ കുറിച്ചുള്ള മദ്ഹിനെ എതിർക്കാൻ, നൂഹ് നബിയെ വിമർശിക്കാൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തെ ഗണ്ണിക്കാൻ. അതിനാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കി മുട്ടായി ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഷഹറാനി ഇമാമിന്റെ കിതാബും തുഹ്ഫയൊക്കെ പറഞ്ഞ് ഇനി ഇതിന് വർത്താനുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടുവരുന്ന എന്തിനാ? ഈ സംഭവം പറയാൻ. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ആ പറഞ്ഞതിന് ഒരു രേഖയുമില്ല. രണ്ട് വിഷയമാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അടക്കമുള്ള ആരും മുഅ്മിനാകാൻ മുംകിനായി സാധ്യമായ അവസ്ഥ ഇവിടെ മരണം വരെ ഉണ്ട്. ഓന് അത് ചെയ്യൂലേ അത് വേറെ കാര്യം. അതിന് തൗഫീഖ് നിങ്ങളെ പോലെ തന്നെ. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, മശായിഖിന്റെ സമീപത്ത് വന്ന് യഥാർത്ഥ സുന്നിയാവുക എന്നത് ഇപ്പൊ പേരോടിനെടുക്കുക. നമ്മള് കാലഘട്ടത്തിൽ ഏകദേശം ഇബ്നു തൈമിയ അല്ലെങ്കിൽ ഇബ്ലീസ് കൂട്ടുക, അയാളെ നമ്മൾ ഉദാഹരണം എടുക്കുക. അയാൾക്ക് നമ്മളെ മശായിഖിന്റെ അടുത്ത് വന്ന് യഥാർത്ഥ സുന്നിയാവുക എന്നത് മുംകിനാണ്, സാധ്യതയുള്ള കാര്യമാണ്. അതേ സമയത്ത് അയാളിൽ നിന്ന് അത് സ്വഹിയായി വന്നിട്ടുണ്ടോ? സ്വഹിയായി വന്നിട്ടില്ല. എന്തുകൊണ്ട്? സ്വഹിയായി വരണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ അയാളിൽ മേളിക്കണം. അയാളുടെ അഹങ്കാരമൊക്കെ ഒഴിവാക്കണം. ഞാൻ തന്നെയാണ് ഷേഖ് എന്നുള്ള വാദം ഒഴിവാക്കണം. എന്നിട്ട് അയാൾ വരണം, വന്നിട്ട് മശായിഖിന്റെ മുന്നിൽ പൂർണ്ണമായി ഇരിക്കണം. അങ്ങനെ മശായിഖന്മാർ അയാളെ സ്വീകരിക്കണം.
അപ്പോഴേ അയാളിൽ നിന്ന് വന്നു എന്നത് സ്വഹീഹായി സംഭവിക്കൂ. മുംകിനായതുകൊണ്ട് സംഭവിക്കൂല. ഇത് രണ്ടും എത്ര വ്യത്യാസമുണ്ട്. അയാളുടെ ആ കിബറിലും അഹങ്കാരത്തിലും തെറ്റായ വാദങ്ങളിലും നിൽക്കുന്ന കാലത്തോളം സാധ്യത ഉണ്ട്, സംഭവിക്കുന്നില്ല. ഇതാർക്കും അറിയാത്തത്. അപ്പൊ ഇനി മേലിൽ യസിഹൂനോ അല്ലെങ്കിൽ അതുപോലെ വാക്കിയാവോ ഇതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ വാദത്തിനെതിരാണ്. മുഹാലല്ല, മുംകിനാണ്. അത് റാസിയുടെ ഒരു ഇബാറത്ത് മുഹാലാന്ന് കൊണ്ടുവന്നു. ഞങ്ങൾ പറഞ്ഞു അവിടെ തന്നെ അമറ ബിഹിന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി അപ്പറഞ്ഞ മുഹാലല്ല അത് എന്ന്. അതൊക്കെ വിശദീകരിച്ച് ശറഉൽ അഖായിദ് അടക്കം വായിച്ച് നമ്മൾ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവർക്കൊക്കെ പൈസ ഉണ്ടാക്കണമല്ലോ. ആ പൈസ ഉണ്ടാക്കാൻ ഓരോ വേഷം കെട്ടി വരാ. അത് നിങ്ങൾ ഏത് കാലത്ത് വരുന്നുവോ ആ കാലത്തൊക്കെയും അതിന്റെ വിശദീകരണമായിട്ട് പിന്നാലെ ഞങ്ങളുണ്ടാവും ഇൻഷാ അല്ലാഹ്.